സ്വന്തമായൊരു കുടുംബ ഡോക്ടറെ സ്വീകരിക്കൂ. സുഷുമ്നയുടെ സൂക്ഷ്മ സൂചനകൾ മനസ്സിലാക്കി നട്ടെല്ലിനെ സംരക്ഷിക്കൂ എന്നതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ കോശങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണുന്ന സൂക്ഷ്മമായ സൂചനകൾ നമ്മുടെ സുഷുമ്നയുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഗുരുതരമായ നടുവേദനയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു കുടുംബ ഡോക്ടറെ സ്വീകരിക്കണമെന്നും അത് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, കുടുംബങ്ങളിലെ മറ്റുള്ള ആൾക്കാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ എന്നിവരോടൊക്കെ ഇങ്ങനെ ഒരു കുടുംബ ഡോക്ടറെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ 33 കശേരുക്കളിലും 23 ഡിസ്കിലും വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കി അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 26 വയസ്സുള്ള ഡോക്ടറുടെയോ അല്ലെങ്കിൽ 36 വയസ്സുള്ള ജയ്പൂരിലുള്ള എഞ്ചിനീയറുടെയോ 62 വയസ്സുള്ള കർണാടകയിലെ കച്ചവടക്കാരൻ്റെയോ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഗുരുതരമായ അവസ്ഥയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇനി എന്ത് എന്നാലോചിക്കുന്ന രൂപത്തിലേക്ക് എത്താതെ തന്നെ നമ്മുടെ കുടുംബ ഡോക്ടറോട് വിശദമായി സംസാരിച്ച് ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനുള്ള എക്സസൈസും കാര്യങ്ങളും അല്ലെങ്കിൽ ഭക്ഷണക്രമമൊക്കെ നാം സ്വീകരിക്കുകയും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു നാം രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിലായാൽ എളുപ്പത്തിലാവും, ഒടുക്കത്തിലായാൽ മുടക്കത്തിലാവും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുടക്കത്തിലാവാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് ഓരോരുത്തരും ഒരു കുടുംബ ഡോക്ടറെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലുള്ള 1,00,000-ലധികം വരുന്ന രജിസ്റ്റേർഡ് ഡോക്ടർമാരിൽ ആരെങ്കിലും, അത് ഉള്ള മോഡേൺ മെഡിസിൻ ആയാലും ആയുഷുള്ള ഏതെങ്കിലും ആയാലൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ 80% വരുന്ന നടുവേദനക്കാരും 50% വരുന്ന കഴുത്തുവേദനക്കാരും അതോടനുബന്ധിച്ച് വരുന്ന മുട്ടുവേദനക്കാരും രക്ഷപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഒരു കുടുംബ ഡോക്ടർ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണമെന്ന് അപേക്ഷയോട് നിർത്തുന്നു.